കൊല്ലം കടക്കലിൽ വീടിന് സമീപത്തെ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന് വീട് കയറി ഗൃഹനാഥനെയും കുടുംബത്തെയും ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 യുവാക്കളെ കടക്കൽ പോലീസ് പിടികൂടി. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം അടിച്ച് ഈ മൂക്കിലും കണ്ണിലും ഈ നെഞ്ചിലൊക്കെയാണ് അടിക്കുന്നത്. കടക്കൽ ഇടത്തറ ആലത്തറമല വിഷ്ണു ഭവനിൽ 28 വയസ്സുള്ള ശ്രീകുമാറിന്റെ സഹോദരൻ 27 വയസ്സുള്ള ശ്രീവിശാഖ്, നിലമേൽ കൈതോട് മനോജ് ഭവനിൽ 27 വയസ്സുള്ള മനോജ് എന്നിവരാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആലത്തറമല സ്വദേശി അനിൽകുമാർ ചികിത്സയിലാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9 മണിയോടുകൂടി അനിൽകുമാറിന്റെ വീടിന് മുന്നിലെ റോഡിൽ വലിയ ബഹളം കേട്ടതിനെ തുടർന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ 3 പേർ അടങ്ങുന്ന സംഘം മദ്യപിക്കുകയും അതിനെ തുടർന്ന് ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്ത അനിൽകുമാറിനെ ശ്രീകുമാറും ശ്രീവിശാഖും മനോജും ചേർന്ന് കമ്പും കല്ലും കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനം തടയാനെത്തിയ അനിൽകുമാറിന്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും മർദ്ദനമേറ്റു. ഇതിനുശേഷം ഗൃഹനാഥന്റെ വീടിനകത്ത് കയറിയും ആക്രമണം നടത്താൻ സംഘം ശ്രമിച്ചു. കടക്കൽ പോലീസിൽ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കടക്കൽ പോലീസ് എത്തി 3 യുവാക്കളെയും കസ്റ്റഡിയിലെടുക്കുകയും അനിൽകുമാറിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും 3 യുവാക്കൾക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. ആ സമയത്ത് ഒരു 8-8:30 ആയപ്പോഴത്തേക്ക് പട്ടി ഭയങ്കര വെള്ളം. ഞാൻ അങ്ങ് വഴിയിലോട്ടിറങ്ങി, റോഡിലോട്ടിറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ആ അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര ചീത്തവിളിയും ബഹളവും കേൾക്കുന്നു. ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ എൻ്റെ ഈ ഇവിടുത്തെ പട്ടി ഇറങ്ങി വന്നു അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ നിന്നിട്ട് അതിഞ്ഞ് കയറി പോന്നു. അപ്പോഴവർ അവിടെ വീട്ടിൽ നിന്നുകൊണ്ട് ഭയങ്കര ചീത്തവിളി കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ നടന്ന് പറഞ്ഞ അമ്മമാരവിടെ നിന്നുകൊണ്ട് പറയും, ലവന്തോ പോടാ അവനെ പിടി എന്നും പറഞ്ഞിട്ട് അവർ 3 കൂടെ ഓടി ഞാൻ വന്നു. അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാനും അവരുമായിട്ട് ഒരു പ്രശ്നവുമില്ല. എന്നെ അടിക്കുമെന്നുള്ളൊരു പ്രശ്നമൊന്നും എനിക്കറിയില്ലായിരുന്നു. വന്ന് ഞാൻ എൻ്റെ വഴിയിലോട്ട് കയറി. വഴിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് അവർ പിറകെ വന്നിട്ട്, അപ്പോൾ ഒരു പയ്യൻ പറയുന്നതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആളല്ല, അവനെ അടിക്കണ്ട അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഒരു പയ്യനുണ്ട്. ആ പയ്യനാണ് പറഞ്ഞത് അവനെ പൂശിയും കൂടെ വന്നു. പറഞ്ഞു തീരുന്നതിനാകുമ്പോൾ ചെന്മാർ 3 കൂടെ എന്നെ കയറി പിടിച്ച് അടിയും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം അടിച്ച് ഈ മൂക്കിലും കണ്ണിലും ഈ നെഞ്ചിലൊക്കെയാണ് അടിക്കുന്നത്. വേറൊരു കാര്യമില്ല. അവിടെ നിന്ന് അടിച്ച് തള്ളിയിട്ട് അങ്ങനെ ഞാൻ അവിടെ കിടന്ന് വിളിച്ച് ഇവിടുന്ന് പെണ്ണുങ്ങളെല്ലാം കയറി. പെണ്ണുങ്ങളും വേറെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനും കൂടെ കയറി, രഞ്ജു എന്ന് പറയുന്നത്.